ഹലോ കൂട്ടുകാരെ, നമുക്ക് ഇത് മെഴുക്കുവരട്ടി തയ്യാറാക്കിയാലോ? ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് 2 ബീട്രൂട്ട്, 1 പിടി ബീൻസ്, 2 ഉരുളൻകിഴങ്ങ്, ഒരു 4 ക്യാരറ്റ്, 2 വഴുതന, ഒരു 3 സവാള. ഇതെല്ലാം വൃത്തിയാക്കിക്കൊണ്ട് ഞാൻ വരട്ടെ. എന്നിട്ട് നമുക്കെല്ലാം അരിഞ്ഞെല്ലാം റെഡിയാക്കുന്നത് കാണാൻ എല്ലാവരും. ഇതിനാവശ്യമുള്ള പൊടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ കുരുമുളക് പൊടി വേണം, കുറച്ച് മഞ്ഞൾപ്പൊടി വേണം, ആവശ്യത്തിന് ഉപ്പും വേണം. മലക്കറി എല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കും. ഇനി നമുക്കിത് അരിഞ്ഞ് തയ്യാറാക്കാമല്ലോ. അരിയെന്ന് വെച്ചാൽ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നീളം കൂട്ടുകയോ കുറയ്ക്കുകയോ എന്തോ ചെയ്യാം. ഞാൻ ഇതിനെ 2 കട്ട് ചെയ്ത് എന്നിട്ടത് ചെറുതായിട്ട് തന്നെയാണ് അരിഞ്ഞിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ മലക്കറികളെല്ലാം അരിഞ്ഞ് വെച്ച് ഇനി നമുക്ക് തയ്യാറാക്കിയാലോ. നമുക്കിനി പാൻ അടുപ്പിലോട്ട് വെക്കേ. നമുക്ക് പാൻ അടുപ്പിലോട്ടിട്ട് ഏകദേശം ഒന്ന് ചൂടാവട്ടെ. പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കേ. ഞാൻ ഇതിനകത്ത് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഇഷ്ടമുള്ള ഓയിലുകൾ ഉപയോഗിച്ച് മെഴുക്കോട്ടെ. അത് അവരൊരു ഇഷ്ടം അനുസരിച്ച് ഉപയോഗിക്കും. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. നമുക്കതിലേക്ക് ഒരു നുള്ളി ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് സവാള ഒരു ചെറിയൊരു കളർ ചേഞ്ച് വരുന്നതിൻ്റെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഉള്ളി ഈ ഒരു പരുവത്തിലാണ് വഴറ്റിയെടുക്കേണ്ടത് കേട്ടോ. ഉള്ളി നല്ലപോലെ വഴണ്ട് വന്നേ. ഇനി നമുക്ക് ഓരോ മലക്കറികളെല്ലാം ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അടച്ച് വെക്കാതെ തന്നെ കുറച്ച് നേരം ഇളക്കി കൊടുക്കണേ. ഇച്ചിരി ഒന്ന് വഴണ്ട് വരാൻ വേണ്ടി. നമ്മൾ നേരത്തെ ഉള്ളിക്ക് മാത്രം ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് മലക്കറി എല്ലാത്തിനും കൂടെ ഉപ്പ് പിടിക്കാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഉപ്പ് എപ്പോഴും പരുവം നോക്കിയിട്ടേ ഇട്ട് കൊടുക്കാം കേട്ടോ. ഫുൾ തീ വെച്ച് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ആ മലക്കറിയുടെ പച്ചച്ചെവ എല്ലാം ഒന്ന് പോയി ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേ പിന്നെ നമുക്ക് അടച്ചു കൊടുത്ത് വേവിച്ചെടുക്കാം. നമ്മൾ കൂടെ നിന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്കിത് ഫുൾ തീയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം. അടച്ച് വെക്കുവാണേ. അടച്ച് വെക്കുമ്പോൾ നമ്മൾ ഈ സിമ്മിലേ കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് കൂടെ ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കും. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഇളക്കിയിട്ട് കൊടുത്തില്ലെങ്കിൽ അടിക്ക് പിടിക്കും കേട്ടോ. വെന്ത് വരാറായി വരുന്നുണ്ടേ. വീണ്ടും നമുക്ക് അടച്ചു വെച്ചേക്കാം. ഏകദേശം വെന്തേ. അതിലേക്ക് നമുക്കിച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് ആ പച്ചച്ചവ പോകുന്നതിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. എരിക്ക് വേണ്ടി ഞാനിവിടെ കുരുമുളക് പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മുളക് പൊടി വേണ്ടവർക്ക് മുളക് പൊടി ഇടാം. പിന്നെ അതുപോലെ ഞാൻ പച്ചമുളകും അധികം ചേർത്തില്ലായിരുന്നു കേട്ടോ. പച്ചമുളക് ഇഷ്ടമുള്ളവർക്ക് പച്ചമുളകും ചേർക്കാം. ഇതിന് എല്ലാത്തിനും എരിക്കാട്ടി ഞാൻ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. കുറച്ചും കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കാം. എല്ലാത്തിൻ്റെ ആ പച്ചച്ചെവ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ. കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ. അങ്ങനെ നമ്മുടെ മെഴുക്കുവരട്ടി റെഡിയായി. നമുക്കിനി ഇത് ബൗളിലേക്ക് മാറ്റേ. അങ്ങനെ നമ്മുടെ മെഴുക്കുവരട്ടി തയ്യാറായി. കൂട്ടുകാരെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. സ്റ്റാർ സിസ്റ്റേഴ്സ്. ബൈ ബൈ.